നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഈ വരുന്ന മാസമാണല്ലോ പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുവിന്റെയും ഒക്കെ പബ്ലിക് എക്സാം നടക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാറ്റർ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ പറഞ്ഞു വരുന്ന കാര്യം, ഈ എക്സാമിന് നിങ്ങൾ എത്രത്തോളം പ്രിപ്പയർഡ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ എക്സാം നമുക്കറിയാം അടുത്ത ആഴ്ചയോട് കൂടിയിട്ട് മോഡൽ എക്സാം ഒക്കെ നടക്കാൻ പോവുകയാണ് അല്ലെ. അപ്പൊ ഈ മോഡൽ എക്സാമിൽ നമ്മൾ എത്രത്തോളം വില്ലിങ് ആണ്, എത്രത്തോളം നമുക്ക് തിളങ്ങാൻ കഴിയും, അത്രത്തോളം ഒരു ഗുണം നമുക്ക് എവിടെ ഉണ്ടാകും, നമ്മുടെ പബ്ലിക് എക്സാമിന് ഉണ്ടാകും. ഓക്കെ, നമ്മൾ ഓരോ എക്സാം കഴിഞ്ഞു വരുമ്പോഴും നമ്മോട് പറയും ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേണിംഗ് എന്ന് പറയാറുണ്ട് അല്ലെ. 10ാം ക്ലാസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് അങ്ങനെയൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ പ്ലസ് ടുവിൽ എത്തുമ്പോഴും പ്ലസ് ടു ആണ് ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ബേസ് അല്ലെങ്കിൽ അതിന്റെ ഒരു അളവുകോൽ മാനദണ്ഡം എന്ന് പറയുന്നത് പ്ലസ് ടു ആണ്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ പോകുമ്പോൾ അവിടെ പ്ലസ് ടു യോഗ്യതയുണ്ടോ എന്ന് ചോദിക്കും. അതുകൊണ്ട് മക്കളെ പ്ലസ് ടു പാസ്സാവണം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ എൻകറേജ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഉണ്ടല്ലോ, കുടുംബത്തിലായാലും നാട്ടിലായാലും സ്കൂളിലായാലും ഒക്കെ. അപ്പൊ എന്തായാലും പ്ലസ് ടു ഒന്നല്ല, അതിന് മുകളിലേക്ക് നമുക്ക് പഠിച്ചു ചെല്ലാൻ നമുക്ക് കഴിയണം അല്ലെ, ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കണം. പക്ഷെ എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കണമെന്നൊന്നുമില്ല. മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെ. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മാക്സിമം എൻജോയ് ചെയ്യുക. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ പഴയ കാലഘട്ടത്തിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആണ് സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത്. പക്ഷേ എന്ത് തരം എൻജോയ്മെന്റ് നടത്തിയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാവുന്നത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ആണല്ലോ. അത് വീട്ടുകാരും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാകും, അതുപോലെ തന്നെ ടീച്ചേഴ്സും പറഞ്ഞു തരുന്നുണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ മുഖവിലേക്ക് എടുക്കണം എന്നാണ് പറയുന്നത്. ഈ അഡ്വൈസ് ഒക്കെ മുഖവിലേക്ക് എടുക്കുക, കാരണം നിങ്ങൾക്ക് അത് ഉപകാരമുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഭാവിയിൽ നിങ്ങൾക്ക് എന്തുണ്ടാവാൻ പാടില്ല, ഒരു ബുദ്ധിമുട്ട് വിദ്യാഭ്യാസം കിട്ടാതെ പോയത് കൊണ്ട് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ പറഞ്ഞു വന്നത്, നിങ്ങൾ വിചാരിക്കും ഇയാളത് വലിച്ചു നീട്ടി കൊണ്ടുപോവാണല്ലോ എന്നുള്ളത്. അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞു വന്നതാണ്, ഈ വരുന്ന ദിവസങ്ങളിൽ മാത്രമായിട്ട് നിങ്ങൾ ഇനി നിങ്ങളുടെ എക്സാമിന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിന് നിങ്ങൾ തയ്യാറാവണം എന്നുള്ളതാണ്. പക്ഷെ പല കുട്ടികളും ചെയ്യുന്നത്, എക്സാം വരാൻ ഇനിയും സമയമുണ്ടല്ലോ, അടുത്ത മാസമല്ലേ, എക്സാമിന്റെ ഇടവേളകൾ ഒരുപാടുണ്ടാവുമല്ലോ, ആ ഇടവേളകളിൽ നമുക്ക് പഠിച്ചാൽ തന്നെ തീരാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ എന്നൊക്കെ സ്വയം അങ്ങനെ മതിച്ചുകൊണ്ട് നമ്മൾ ഇപ്പൊ ഒരു ലാഗ് മൈൻഡിൽ എങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയാണ് പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ പാസ്സാവും, അതിന് സംശയമൊന്നും വേണ്ട അല്ലെ. പാസ്സാവുന്നതിന് സംശയമൊന്നുമില്ല. പക്ഷെ ഹൈസ്കോർ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ ഒരു ഹയർ സ്റ്റഡിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കത് വേണമല്ലോ, ഹൈസ്കോർ വേണമല്ലോ. കാരണം 95, 92, 95, 99 ഒക്കെ ആ ഒരു പെർസെന്റേജ് ലെവലിലാണ് ഇപ്പൊ നമുക്കറിയാം ഡിഗ്രി തലങ്ങളിലൊക്കെ നമുക്ക് അഡ്മിഷൻ, ഗവൺമെന്റ് കോളേജുകളിലൊക്കെ അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ, ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിന് പോവുകയാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ വളരെ നിർബന്ധമായിട്ടുണ്ട്. മാത്രമല്ല വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പൊ നമ്മളുടെ ഈ ചുറ്റുപാടിലുള്ള നമ്മളുടെ കൂടെ ഇരിക്കുന്നവരുമായി മാത്രം നമ്മളെ കമ്പയർ ചെയ്യാതെ നമ്മൾക്ക് അപ്പുറത്തേക്ക് ഇനി ഒരുപാട് ആളുകളുണ്ട്, അവരുമായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്. അത് ഈ പ്ലസ് ടു തലത്തിലല്ല, ഇതിന് മുകളിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ജോലി കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മൾ വളരെയധികം കോമ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർ ചെയ്ത് പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ CUT പോലുള്ള എക്സാം ഒക്കെ എഴുതുമ്പോൾ, എൻട്രൻസ് ഒക്കെ എഴുതുമ്പോഴേ സ്വാഭാവികമായിട്ട് നമ്മൾ അവിടെ പിന്തള്ളപ്പെടുന്നത് എന്തുകൊണ്ടാണ്, നമുക്ക് നമ്മൾ ഈ ഒരു എക്സാം, നമ്മുടെ പ്ലസ് ടു എക്സാം കടക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തുന്നതുകൊണ്ടാണ്. അതായത് സബ്ജക്റ്റിനെ നമുക്ക് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, അതിന് മെനക്കെടാത്തത് കൊണ്ടാണ്. അപ്പൊ തീർച്ചയായും മക്കളെ, നിങ്ങൾക്കൊക്കെ അതിന് സാധിക്കും, നിങ്ങൾക്കൊക്കെ അതിന് കഴിവുള്ളവരാണ്. അപ്പൊ ഏത് സബ്ജക്ട് എടുത്ത് പഠിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾ എങ്ങനെ പഠിക്കണം, അത് പ്ലസ് വൺ ആയാലും പ്ലസ് ടു ആയാലും, പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും നിങ്ങൾ സയൻസ് പഠിച്ചാലും, അതുപോലെ കമ്പ്യൂട്ടർ പഠിച്ചാലും, കൊമേഴ്സ് പഠിച്ചാലും, ഹ്യൂമാനിറ്റീസ് പഠിച്ചാലും, ഏത് തരം സബ്ജക്ട് എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും തീർച്ചയായും നിങ്ങളുടെ പഠനത്തിന് എന്തുണ്ടാവണം, അതിനൊരു താളബോധം ഉണ്ടാവണം, അതിനൊരു ഒഴുക്കുണ്ടാവണം. അത് കൃത്യമായിട്ടുള്ള ഒഴുക്കായിരിക്കണം, തടസ്സം വരാൻ പാടില്ല, ഒരു ഫ്ലോ
ഫ്ലോ എന്ന് പറയുന്നത് ഫ്ലോ തന്നെ ആയിരിക്കണം. ഓക്കെ, അത് ഒരിക്കലും സ്റ്റക്ക് ആവരുത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഇതുവരെ നോക്കാത്തവരാണെങ്കിൽ, ഇതുവരെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മെത്തേഡ് ശരിയല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തെ അത് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ആദ്യമേ പറയുന്നത്, നിങ്ങൾ സ്കൂളിൽ ഇപ്പൊ പോകുന്നില്ലെങ്കിൽ, നിങ്ങൾ സ്കൂളിൽ ക്ലാസ് നടക്കുന്നുണ്ടെങ്കിൽ, റിവിഷൻ ക്ലാസ്സുകൾ സ്കൂളിൽ നടക്കുന്നുണ്ട്, അതിന് നിങ്ങൾ പങ്കാളികളാവണം. ഓക്കെ, ആരുടെയെങ്കിലും ഒക്കെ പിന്നെ സംസാരത്തിന് വിധേയരായിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ എന്താണ് പ്രലോഭനത്തിന് നമ്മൾ ഒരിക്കലും നിന്ന് കൊടുക്കരുത്. അതായത് ആരെങ്കിലും പറയുകയാണ് നിങ്ങൾ ഇനിയിപ്പോൾ സ്കൂളിൽ പോയിട്ടൊന്നും കാര്യമില്ല, സ്കൂളിൽ പോയാൽ ആ കിട്ടുന്ന സമയം, സ്കൂളിൽ പോയിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം നമ്മൾ വീട്ടിലിരുന്നാൽ നമുക്ക് സുഗമമായിട്ട് പഠിക്കാൻ സാധിക്കുമെന്നുള്ള നിങ്ങൾക്കറിയാം. നിങ്ങൾ വീട്ടിലിരുന്നാൽ എത്രത്തോളം പഠിക്കും എന്നുള്ളത്, അല്ലെ? ഈ പകൽ സമയങ്ങളിലൊക്കെ, ഈ നല്ല ചൂടുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾ വീട്ടിലിരുന്നാൽ എന്ത് ചെയ്യും? ഒന്നുകിൽ TV കാണും, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യും, അല്ലെങ്കിൽ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പോകും, അല്ലെങ്കിൽ വീട്ടുകാരെ എങ്ങോട്ടെങ്കിലും പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പോകും. ഇങ്ങനെ നമ്മുടെ സമയം അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു 1-2 അറിവാണെങ്കിൽ അതുപോലും നമുക്ക് കിട്ടാതെ അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണെന്നുള്ള ഓർമ്മ വേണം, മനസ്സിലാവുണ്ടല്ലോ. അപ്പൊ തീർച്ചയായും നിങ്ങൾ സ്കൂൾ എന്ന് അവസാനിക്കുന്നുവോ അതുവരെ നിങ്ങൾ സ്കൂളിൽ പോകണം എന്നാണ് ഞാൻ പറയുന്നത്. സ്കൂളിലെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ, കാര്യമായ രീതിയിൽ നിങ്ങളുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. തീർച്ചയായും അവരുടെ ആ അധ്വാനത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം? അവർ കൂടെ നിന്ന് കൊടുക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, കൃത്യമായിട്ടുള്ള നോട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ വെച്ച് നിങ്ങൾ ഈ പിന്നെ പ്രിന്റഡ് നോട്ടിനും അതുപോലെ തന്നെ PDF-നും പിന്നെന്താ മറ്റുള്ളവരുടെ നോട്ടിനും വേണ്ടി പരക്കം പായരുത്. കാരണം ഇത്രയും കാലം നിങ്ങളുടെ കയ്യിൽ നോട്ട് ഉണ്ടാവണമെന്നില്ല. പലരുടെയും കയ്യിൽ അങ്ങനെയാണ്. സ്കൂളിൽ നോട്ട് എഴുതി കൊണ്ടുപോവാ, ക്ലാസ്സിൽ നോട്ട് കൊടുക്കുമ്പോൾ നോട്ട് എഴുതാത്തവരാണ്. എന്താ റീസൺ? തലവേദന, അവിടെ കമന്ന് കിടക്കുന്നുണ്ടാകും. ഇങ്ങനെ കുറെ കുട്ടികൾ എന്താണ് ലാഗ്, അതായത് മൈൻഡ് ഇതിൽ നിന്നും വ്യതിചലിപ്പിച്ചിട്ട് ഇപ്പൊ എക്സാം വരുമ്പോ എങ്ങനെയെങ്കിലും പാസ്സാവണം എന്ന് ചിന്തിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും? ഈ പുസ്തകങ്ങൾക്ക് പിന്നാലെ പായും. അപ്പോൾ അത് നിങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കും. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ തുടക്കം മുതൽ ഈ എക്സാമിന്റെ കാലഘട്ടം വരെ നിങ്ങളുടെ കൂടെ നിങ്ങൾ എഴുതിയ ഒരു പുസ്തകം, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയ ഒരു പുസ്തകം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ ഓരോ പേജുകളും, ആ പേജിൽ എഴുതിയിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് തറവായിരിക്കും. മനസ്സിലാവുണ്ടോ? അങ്ങനെ അല്ലാത്തൊരു പുസ്തകം നിങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്കളെ, നിങ്ങളുടെ കയ്യിൽ കൃത്യമായുള്ള ഒരു നോട്ട്, അല്ലെങ്കിൽ എഴുതിയ നോട്ട്, അതായത് നിങ്ങളുടെ ഓരോ വിഷയത്തിന്റെ നോട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്താണോ നിങ്ങളുമായിട്ട് സഹവസിച്ചിട്ടുള്ള പുസ്തകം, അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, മറ്റൊരു കാര്യം പ്രധാനമായും പറയുന്നത് എന്താണ്? നമുക്കൊരു ടൈം ഷെഡ്യൂൾ ഉണ്ടായിരിക്കണം പഠനത്തിന്. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സമയം, അതായത് രാവിലെകളിലാണ് പഠിക്കുന്നതെങ്കിൽ രാവിലെ അത് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഞാൻ പഠിക്കുന്നു എന്നുള്ളത്, അതിൽ ഇത്ര വിഷയങ്ങൾ ഞാൻ പഠിക്കുന്നു. അത് ഒരു ദിവസം മുഴുവനായിട്ട് ഒരു സബ്ജക്ട് പഠിക്കാതെ നമ്മൾ എന്ത് ചെയ്യാം? അതിനെങ്ങനെ ഡിവൈഡ് ചെയ്യുക? നമ്മുടെ സമയത്തെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് സമയത്തെ ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര സമയം, എത്ര ഡ്യൂറേഷൻ ഒരു ദിവസം ഉപയോഗിക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മൾ അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ, അങ്ങനെ നമ്മൾ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ആ ദിവസം നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്തെ എത്ര വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോ സമയ ക്രമീകരണം നിർബന്ധമാണ്. അത് രാവിലെ ആകാം, അതായത് പുലർച്ചെയാകാം, അല്ലെങ്കിൽ വൈകുന്നേരമാകാം, അല്ലെങ്കിൽ പാതിരാത്രിയാകാം. നിങ്ങൾക്ക് എപ്പോഴാണോ സമയം, നിങ്ങളുടെ സമയമാണ് അത്. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ സമയം, വീട്ടുകാർ പറയുന്നതുമല്ല. നിങ്ങൾക്ക് എപ്പോഴാണോ പഠിക്കാനിരിക്കാൻ തോന്നുന്നത് ആ സമയം. എന്ന് വെച്ചാൽ വീട്ടുകാർ പറയാണ്, വൈകുന്നേരം പറയാണ് മകളെ പോയി പഠിക്കടാ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോ പഠിക്കാൻ മൂടില്ല എന്ന് പറയാം. എന്നാൽ നിങ്ങൾ രാത്രി പഠിക്കോ? അപ്പോഴും പഠിക്കൂല. നിങ്ങൾ രാവിലെ പഠിക്കോ? അപ്പോഴും പഠിക്കൂല. പിന്നെ എപ്പോഴാ പഠിക്കുക? അപ്പൊ പഠിക്കാതിരിക്കലല്ല താല്പര്യമില്ല എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഏത് സമയത്താണോ പഠിക്കാൻ താല്പര്യം വരുന്നത് ആ സമയത്ത് നിങ്ങൾ ആ ദിവസം പഠിച്ചിരിക്കണം, ഓരോ ദിവസവും പഠിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടും ഉള്ള കാര്യമാണ്. ഓക്കെ, അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞു വിഷയങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം എന്നുള്ളത്. ടഫ് ആയിട്ടുള്ള വിഷയങ്ങളെ നമ്മൾ ആദ്യം എടുത്ത് പഠിക്കണം. ഓക്കെ, പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, അതിങ്ങനെ നമ്മൾ ഇങ്ങനെ ബുക്കിൽ ഇങ്ങനെ കൈകൊണ്ട് വരച്ച് പഠിച്ചാൽ പോരാ, അല്ലെങ്കിൽ ആകാശത്തിൽ എഴുതി കാണിച്ചാൽ മാത്രം പോരാ, വായുവിൽ എഴുതി കാണിച്ചാൽ പോരാ. എവിടെ കാണിക്കണം? അത് നമ്മൾ ബുക്കിൽ, ഒരു പേജിൽ അല്ലെങ്കിൽ നോട്ട് ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പെൻസിൽ കൊണ്ട് എഴുതി പഠിക്കുക, അല്ലെങ്കിൽ പേന കൊണ്ട് എഴുതി പഠിക്കുക. 2 കാര്യങ്ങളുണ്ട് അവിടെ. എഴുതി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് എഴുതാനും
അതുപോലെ തന്നെ എഴുതിയ കാര്യങ്ങൾ മറക്കാതിരിക്കാനും പരീക്ഷയ്ക്ക് വേഗത കിട്ടാനും ഈ എഴുത്ത് നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ വൃത്തിയിൽ എഴുതി പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു എന്താണ് വളരെ ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾ ആദ്യം പഠിക്കുക. ഓക്കെ, പഠിച്ച കാര്യങ്ങൾ നമ്മൾ ആ വിഷയം അടുത്ത ദിവസത്തിലേക്ക് പഠിക്കുമ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ ഒന്ന് നോക്കിക്കൊണ്ട് വേണം അടുത്തതിലേക്ക് പോകാൻ. ഇങ്ങനെ നമ്മൾ എക്സാമിന് മുന്നോടിയായിട്ട് എല്ലാ വിഷയങ്ങളും ഒരു ഓവറോൾ നമ്മൾ ഒരു ഓട്ടം നടത്തി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്താണ് ഒന്ന് റിവൈസ് ചെയ്ത് വരാനുള്ള സമയമൊക്കെ ഇഷ്ടം പോലെ കിട്ടും. പിന്നെ നമുക്ക് എക്സാമിന്റെ ദിവസങ്ങളിൽ നമുക്കിങ്ങനെ എന്താണ് വെപ്രാളപ്പെടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. മുൻപേ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു വെപ്രാളവും ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ നമ്മൾ എക്സാം വന്നാൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ കാത്തിരിക്കും. അത്രയും നമ്മൾ വില്ലിങ് ആയിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തു പോയാൽ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതാണ്, നമ്മൾ ഓരോ വിഷയത്തിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കരുതണം. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രീവിയസ് ആയിട്ട് ഇതുവരെ നടന്നിട്ടുള്ള എക്സാമിന്റെ 2024 മാർച്ചിലും അതിന്റെ സേക്കും നടന്നിട്ടുള്ളത് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എത്ര കാലത്തെ വേണം? ഞാൻ പറയുന്നു മിനിമം ഒരു 5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്നത് നല്ലതാണ്. എന്തിനാണ്? കയ്യിൽ വെച്ചാൽ പോരാ, ഓരോ വിഷയവും നമ്മൾ ഓരോ വിഷയത്തിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്യണം? വർക്ക്ഔട്ട് ചെയ്യണം. അത് നമ്മൾ ചോദ്യം നോക്കുക, ഏത് ചാപ്റ്ററിൽ നിന്നാണ് വന്നത് നോക്കുക, ആ ചാപ്റ്ററിൽ ആ ക്വസ്റ്റ്യൻ ടിക്ക് ചെയ്യുക, മനസ്സിലാവുണ്ടോ? ആ ടോപ്പിക് ടിക്ക് ചെയ്യുക. എന്നിട്ട് അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും എടുത്ത് നോക്കി കഴിയുമ്പോൾ, ഓരോ വർഷത്തെയും ക്വസ്റ്റ്യൻ എടുത്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ടോപ്പിക്കും എത്ര തവണ റിപ്പീറ്റ് ചെയ്തു എന്നുള്ളത്. അതായത് നമ്മളിങ്ങനെ ഒരു ടിക്ക് ചെയ്ത് ആകെ അങ്ങനെ ടിക്ക് മാത്രം ഉണ്ടാവും അവിടെ. മനസ്സിലായില്ലേ? അപ്പൊ ഏത് ടോപ്പിക്കിലാണ് ഏറ്റവും കൂടുതൽ ടിക്ക് മാർക്ക് വന്നിട്ടുള്ളത്, ആ ടോപ്പിക്കാണ് ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവുക. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. മനസ്സിലാവുണ്ടോ? എന്ന് വെച്ചാൽ അത് മാത്രം പഠിക്കാനല്ല, മറ്റുള്ളത് കൂടി പഠിക്കണം. പക്ഷെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് അങ്ങനെ ടിക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനാണ്. അപ്പൊ മിനിമം ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. അത് പബ്ലിക് ആയാലും അതുപോലെ തന്നെ ഏതെങ്കിലും പിന്നെ പബ്ലിക് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഏറ്റവും നല്ലത്. പബ്ലിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഹാഫ് ഇയർലി കിട്ടും, അതുപോലെ തന്നെ മോഡൽ എക്സാമിന്റെ കിട്ടും, അതുപോലെ പബ്ലിക് എക്സാമിന്റെ കിട്ടും, പബ്ലിക് എക്സാമിൽ സേന്റെ കിട്ടും. ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് കേട്ടോ. ഇത്രയും നിങ്ങൾ കളക്ട് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന ആളും ശ്രദ്ധിക്കേണ്ടത് ഇത് തന്നെയാണ്. എന്ത്? ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏറ്റവും കൃത്യമായിട്ട് ചെയ്യേണ്ടത് ഇതിനു വേണ്ടി നിങ്ങൾ നല്ലൊരു സമയം നിങ്ങൾ ചെലവഴിക്കണം. മനസ്സിലാവുണ്ടോ? കുറച്ച് മെനക്കെടാണ്. ക്വസ്റ്റ്യൻസ് നോക്കുന്നു, അത് ഏത് ചാപ്റ്ററിലാണ് ഉള്ളത് നോക്കുന്നു, എന്നിട്ട് നമ്മൾ അത് ടിക്ക് ചെയ്യുന്നു. പിന്നെ നമുക്ക് തറവായി പിന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ നമുക്ക് മനസ്സിലാവും ഇത് ഇന്ന ചാപ്റ്ററിൽ ഇന്ന പേജിൽ എന്ന് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ തലച്ചോറിൽ അതിങ്ങനെ വന്നിങ്ങനെ നിൽക്കും. മനസ്സിലാവുണ്ടോ? ഇന്ന പേജിൽ ഇന്ന ചാപ്റ്ററിന്റെ ഈ ചോദ്യം ഇന്ന ചാപ്റ്ററിൽ ഇന്ന പേജിൽ വന്നതാണ്. അതുകൊണ്ട് എനിക്കത് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. അതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ തലച്ചോറ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്യും. അത് മനസ്സിലാവുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അല്ല, അതിന്റെ അപ്പുറത്തേക്ക് മാർക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിയുന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് എനിക്ക് തരാനുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത്. പിന്നെ എക്സാമിന് പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് ഞാൻ എക്സാമിന്റെ സംബന്ധമായിട്ട് ആ സമയത്ത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇത് നിങ്ങൾ ഈ മോഡൽ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യുക. തുല്യതക്കാർക്ക് മോഡൽ എക്സാം സാധാരണ മുൻപൊക്കെ നടന്നിരുന്നു, പക്ഷെ കഴിഞ്ഞ വർഷമൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളും ഇത് ഫോളോ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത്. പക്ഷെ തുല്യതക്കാർക്ക് എത്രത്തോളം ഇത് നടപ്പിലാക്കാൻ കഴിയുന്നുള്ളത് അവരുടെ ആ സമയത്തിന്റെ ലഭ്യത അനുസരിച്ചൊക്കെയാണ്. പക്ഷെ കുട്ടികൾക്ക് അതിന് സാധ്യമാവും. കുട്ടികൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. മറ്റു ഉത്തരവാദിത്തങ്ങളോ ചുറ്റുപാടുകളോ ഒന്നും അങ്ങനെ ഫാമിലി ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാത്തവരായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായും മക്കളെ എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ പ്രത്യേകം പറയാൻ ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മളുടെ ചാനലിൽ ഒട്ടുമിക്ക വിഷയങ്ങളുടെയും വീഡിയോ ക്ലാസ്സുകൾ ഉണ്ട്, ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. പഴയതല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ കാണാതിരിക്കേണ്ട. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ, അത് എന്റെ ചാനലിൽ നിന്ന് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഏത് ചാനലിൽ കയറിയാലാണ്, അല്ലെങ്കിൽ ഏത് ക്ലാസ്സിൽ, സ്കൂളിലാണോ അല്ലെങ്കിൽ എന്റെ വീഡിയോയിലാണോ അല്ലെങ്കിൽ മറ്റെവിടെ ഏതെങ്കിലും വീഡിയോസിലാണോ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ് മനസ്സിലാവുന്നത്, അതിനെ നിങ്ങൾ ഫോളോ ചെയ്യുക. അത് നിങ്ങൾക്ക് ഏറ്റവും മനസ്സുഖം കിട്ടുന്ന ഒരു അത്താണിയായിരിക്കും. എന്താ അത്താണി? അത് നമുക്കൊരു ആശ്രയമായിരിക്കും. കാരണം എന്താ, നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യത്തെ നമുക്ക് വളരെ എളുപ്പത്തിൽ തരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് യൂട്യൂബിലായാലും, അത് സ്വന്തം ക്ലാസ്സിലായാലും, അതായത് സ്കൂൾ ക്ലാസ്സിലായാലും അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിലായാലും, എവിടെയായാലും എവിടുന്നാണ് നമുക്ക് കിട്ടുന്നത് അവരെ ഫോളോ ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ശ്രമിക്കുക. ഓക്കെ,
അപ്പൊ എല്ലാവർക്കും ഈ വരുന്ന പരീക്ഷകളിൽ നല്ല ഒരു മാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ, എല്ലാവർക്കും ഫുൾ മാർക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും നന്നായിട്ട് പരിശ്രമിക്കണം. പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് കൂടെ കൂടെ മനസ്സിൽ വെക്കുക. പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. വിജയം സുനിശ്ചിതമായിരിക്കും. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പുതിയ വീഡിയോകൾ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും പുതിയ ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.